Hello everyone. So today we'll discuss about the working of transistor as an amplifier. ഞാൻ ഓൾറെഡി പറഞ്ഞു ട്രാൻസിസ്റ്റർ നമ്മൾ എന്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫോർ ആംപ്ലിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് അല്ലേ. ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് എ വീക്ക് സിഗ്നൽ ഇസ് ആംപ്ലിഫൈഡ്, അല്ലെങ്കിൽ നമ്മൾ അതിനൊന്ന് ഇൻക്രീസ് ഇറ്റ്സ് ഗെയിൻ അല്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയുക, ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുക. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്നത്? സോ മെയിൻലി ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് വെൻ യു ആർ ട്രാൻസ്മിറ്റിംഗ് എ സിഗ്നൽ, ആ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് സ്റ്റേജ് ബൈ സ്റ്റേജ് റെഡ്യൂസ് ചെയ്ത് വരും അല്ലേ. അപ്പോൾ ആ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, അതിനൊന്ന് ആംപ്ലിഫൈ ചെയ്യുന്നത്. ലൈക്ക് ഇൻ യുവർ ട്രാൻസ്മിഷൻ, ബേസിക് ഇലക്ട്രിക്കൽ പഠിച്ചതല്ലേ അല്ലേ എല്ലാവരും. ട്രാൻസ്മിഷൻ എന്താണ് ട്രാൻസ്മിഷൻ എന്നറിയാലോ. സോ വെൻ യു ട്രാൻസ്മിറ്റിംഗ് ദ വോൾട്ടേജ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് വെക്കും. യു വിൽ സ്റ്റെപ്പ് അപ്പ് ദ വോൾട്ടേജ് ഓർ യു വിൽ സ്റ്റെപ്പ് ഡൗൺ ദ വോൾട്ടേജ്. അപ്പോൾ നമ്മൾ ആ ലോ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യു ഓൾവേസ് യു വിൽ യൂസ് ബൂസ്റ്റേഴ്സ്. സോ ട്രാൻസിസ്റ്റർ ഇസ് ആക്ച്വലി ആൻ ആംപ്ലിഫയർ. അതാണ് ട്രാൻസിസ്റ്ററിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. മെയിൻ യൂട്ടിലിറ്റി ഓഫ് എ ട്രാൻസിസ്റ്റർ ലൈസ് ഇൻ ഇറ്റ്സ് എബിലിറ്റി ഇൻ ആംപ്ലിഫൈങ് വീക്ക് സിഗ്നൽ. And the weak signal will be applied at the input side and the amplified signal will be obtained at the output. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സിഗ്നൽ, നമ്മുടെ സിഗ്നൽ, ഒറിജിനൽ സിഗ്നൽ നമ്മൾ ഇൻപുട്ടിൽ ഫീഡ് ചെയ്യുന്നു. ദ ആംപ്ലിഫൈഡ് സിഗ്നൽ, കറണ്ട് ആയിക്കോട്ടെ വോൾട്ടേജ് ആയിക്കോട്ടെ, യു വിൽ ഗെറ്റ് അറ്റ് ദ ഔട്ട്പുട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ നോക്കി, ദാറ്റ് ഈസ് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഏറ്റവും കൂടുതൽ ആംപ്ലിഫിക്കേഷൻ ഏറ്റവും കൂടുതൽ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത് കോമൺ എമിറ്ററിലാണ് അല്ലേ. കോമൺ എമിറ്ററിലാണ് ഏറ്റവും കൂടുതൽ വോൾട്ടേജ് ആയാലും കറണ്ട് ആയാലും ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത്. വോൾട്ടേജ് ഗെയിൻ ഓൾമോസ്റ്റ് 500 ആണ് ആൻഡ് കറണ്ട് ഗെയിൻ ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് 20 to 500 എന്ന് പറഞ്ഞു അല്ലേ. ഓൾമോസ്റ്റ് ഒരു 100 റേഞ്ചിലൊക്കെ 500 വരെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. വെൻ യു ആർ പ്രോപ്പർലി ഡിസൈനിങ് ദ ഫാക്ടേഴ്സ്, നമുക്ക് 500 വരെ അതിൻ്റെ വാല്യൂ പോകാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈസ് രണ്ട് ഗെയിനും, ലൈക്ക് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഗെയിൻ രണ്ടും കൂട്ടി പവർ ഗെയിൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോൺഫിഗറേഷൻ കോമൺ എമിറ്ററാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ഇസ് ഓൾവേസ് ഫോർ ആംപ്ലിഫിക്കേഷൻ. ഓക്കെ, ഈ ട്രാൻസിസ്റ്ററിന് ഒരിക്കലും ഒറ്റയ്ക്ക് ഈ ഒരു ആംപ്ലിഫിക്കേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ പാസീവ് കമ്പണൻസ് ലൈക്ക് റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും കുറേ ബാറ്ററീസും ഒക്കെ നമ്മൾ കണക്ട് ചെയ്യും ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കൂടെ. കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ് ഞാൻ പറഞ്ഞു, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ കറണ്ട് ഗെയിൻ ആൻഡ് വോൾട്ടേജ് ആൻഡ് പവർ ഗെയിൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നമ്മൾ ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ വീക്ക് സിഗ്നൽ, കോമൺ എമിറ്റർ ആവുന്ന സമയത്ത് വീക്ക് സിഗ്നൽ എവിടെയാണ്, ഇൻപുട്ടിലാണെന്ന് പറഞ്ഞു അല്ലേ. ദറ്റ് വീക്ക് സിഗ്നൽ വിൽ ബി അപ്ലൈഡ് അക്രോസ് ദി ഇൻപുട്ട് ടെർമിനൽ, ദാറ്റ് ഇസ് ബേസ് എമിറ്റർ ജംഗ്ഷനകത്ത് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കും. ആൻഡ് ഔട്ട്പുട്ട് വിൽ ബി ടേക്കൺ അക്രോസ് ദ കളക്ടർ ആൻഡ് എമിറ്റർ അക്രോസ് ദ റെസിസ്റ്റൻസ് ആർ സി. കാണിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ലോഡ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം, കളക്ടർ റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം നിങ്ങൾക്ക്. ഓക്കെ, അതിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്തെടുക്കും, നമ്മുടെ ഔട്ട്പുട്ട് ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കും. The input circuit always should be forward biased regardless of the polarity of the AC input. അതായത് നമ്മുടെ AC സിഗ്നൽ പോസിറ്റീവ് ആയിക്കോട്ടെ, AC സിഗ്നലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഇറ്റ് ഹാസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പം എന്ത് ഹാഫ് സൈക്കിൾ ദാറ്റ് ഇസ് പോസിറ്റീവ് നെഗറ്റീവ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ദ ഇൻപുട്ട് സെക്ഷൻ ഷുഡ് ഓൾവേസ് ബി ഇറ്റ് ഷുഡ് ബി ഫോർവേഡ് ബയസ് റിഗാർഡ്ലെസ് ഓഫ് ദ പൊളാരിറ്റി ഓഫ് ദ AC ഇൻപുട്ട്. സോ നമ്മൾ എപ്പോഴും ഒരു ബാറ്ററി കണക്ട് ചെയ്യും. ദ ബാറ്ററി വോൾട്ടേജ് VBB is inserted in the circuit with the polarity indicated. Okay, നമ്മൾ in addition to നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിഗ്നൽ അല്ലാണ്ട് അതിന് പുറമേ ആയിട്ട് നമ്മൾ എന്തുകൂടെ അപ്ലൈ ചെയ്യും, നമ്മൾ എന്തുകൂടെ സർക്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്യും, യു വിൽ പ്രൊവൈഡ് എ വോൾട്ടേജ് VBB, ബേസ് വോൾട്ടേജ്. ആൻഡ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, okay, its magnitude is so as to keep the input circuit always forward bias regardless of the polarity of input signal. എന്ത് പൊളാരിറ്റി ഇൻപുട്ട് സിഗ്നലിൽ വന്നു കഴിഞ്ഞാലും ഓക്കെ, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, യുവർ ബേസ് എമിറ്റർ, ദ ബേസ് ഷുഡ് ഓൾവേസ് ബി ഫോർവേഡ് ബയസ് വിത്ത് റെസ്പെക്ട് ടു എമിറ്റർ. അതാണ് അതിൻ്റെ കണ്ടീഷൻ. ആൻഡ് ദ ഇൻപുട്ട് സർക്യൂട്ട് ബീങ് ഇൻ ഫോർവേഡ് ബയസ് കണ്ടീഷൻ, അതിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും, ഇറ്റ് ഹാസ് എ ലോ റെസിസ്റ്റൻസ്. ആൻഡ് സ്മോൾ ചേഞ്ച് ഇൻ ഇൻപുട്ട്, the small change in input signal causes relatively large change in current in emitter current. Okay, അപ്പോൾ അതായത് ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ചെറിയ വോൾട്ടേജ് ചേഞ്ച് കൊടുത്താലും റെസിസ്റ്റൻസ് കുറവാണ്, കറണ്ട് ചേഞ്ച് ഹൈ കറണ്ട് ചേഞ്ച് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇവിടുത്തെ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആയിരിക്കും. നമ്മൾ നേരത്തെ നോക്കി
തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് കോമൺ എമിറ്ററിൻ്റെ വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ഓൾമോസ്റ്റ് എത്രയാണെന്ന് വന്നിട്ടുണ്ടായിരുന്നു? ഓൾമോസ്റ്റ് 500 ആണെന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കും. ചെറിയ 2 വാല്യൂസ് ഇട്ട് കൊടുത്താൽ ലൈക്ക് ബേസ് കറണ്ട്, നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം നോക്കിയില്ലേ കഴിഞ്ഞ വീഡിയോയിൽ? ആ പ്രോബ്ലത്തിൽ തന്നെ നിങ്ങൾ ബീറ്റയുടെ വാല്യൂ നോക്കിക്കഴിഞ്ഞതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബീറ്റയുടെ വാല്യൂ ഓൾമോസ്റ്റ് എത്രയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു പ്രോബ്ലം ചെയ്തില്ലേ? 1 സെക്കൻഡ്, ലെറ്റ് മീ ടേക്ക് ഇറ്റ്. ഓക്കെ, ഇവിടെ തന്നെ ലൈക്ക് ഇത് കോമൺ ബേസ് കണക്ഷൻ ആയിരുന്നു. അതിനെ തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ബേസ് കണക്ഷൻ എന്തായിക്കോട്ടെ, ആ റേഞ്ച് ഓഫ് ഐ ബിയും ഐ സിയുടെയും വാല്യൂ ഒന്ന് നോക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? ഐ സിയുടെ വാല്യൂ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുത്ത് ഐ സി 0.9 കിട്ടിയിട്ടുണ്ട്, ഐ ബിയുടെ വാല്യൂ ഇറ്റ്സ് 0.1. അപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക ബീറ്റയുടെ വാല്യൂ നിങ്ങൾക്ക് എത്ര കിട്ടുന്നു അല്ലേ? ഇറ്റ് ഈസ് ഐ സി ബൈ ഐ ബി 0.9 ബൈ 0.1 മില്ലി ആംപിയർ എന്നാണ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഓക്കെ, ട്രാൻസിസ്റ്റർ ആസ് എൻ ആംപ്ലിഫയർ. നെക്സ്റ്റ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ വോൾട്ടേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്? For most of the application, transistors are required to operate as linear amplifiers. That is, to amplify the output voltage is a linear function of input voltage. Voltage നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതിനൊരു ലീനിയർ ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് എന്ത് പോകേണ്ടത്? നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജും പോകേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ബയാസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് ഡി സി വോൾട്ടേജ് ആണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ എമിറ്റർ ബേസ് ജംഗ്ഷൻ അതേപോലെ തന്നെ കളക്ടർ ബേസ് ജംഗ്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ വോൾട്ടേജസിനെയാണ് നമ്മൾ ബയാസിംഗ് ചെയ്യുന്നത്. നമ്മൾ ഈ ബയാസിംഗ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ട്രാൻസിസ്റ്റർ ഒരിക്കലും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. ഔട്ട്പുട്ട് സിഗ്നലിൽ എപ്പോഴും നമുക്ക് എന്തുണ്ടാവും? ഡിസ്റ്റോർഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ബയാസിംഗ് അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന ആ വോൾട്ടേജസ് പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കണം? കറക്റ്റായിട്ട്, ദാറ്റ് ഈസ് അതിൻ്റെ സിഗ്നൽ എങ്ങനെയാണ് അതിനനുസരിച്ച് ബയാസിംഗ് ഒക്കെ പ്രോപ്പറായ രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ ഇറ്റ് ഈസ് ഓൾവേസ് നെസറി ദാറ്റ് ദ ഇൻപുട്ട് സർക്യൂട്ട്, ഞാൻ പറഞ്ഞു, ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കണം വിത്ത് റെസ്പെക്ട് റിഗാർഡ്ലെസ് ഓഫ് ദ പൊളാരിറ്റി ഓഫ് ദ എ സി വോൾട്ടേജ്. The input circuit being forward biased has a very low resistance. A small change in input voltage causes, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ചെറിയ ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്താലും ലാർജ് ചേഞ്ച് ഇൻ കറണ്ട് ഉണ്ടായിരിക്കും. കളക്ടർ കറണ്ട് അല്ലേ, ബേസ് കറണ്ടിൽ ലാർജ് ചേഞ്ച് ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ റെസിസ്റ്റൻസ് വളരെ കുറവാണ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഇവിടെ എന്താണ് ഇൻപുട്ട് കറണ്ട്? ബേസ് കറണ്ട് ആണ് ഇൻപുട്ട് കറണ്ട് അല്ലേ. അപ്പോൾ ബേസ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാണ്. ബേസ് എമിറ്റർ വോൾട്ടേജ് ചെറിയൊരു ചേഞ്ച് വന്നാലും ബേസ് കറണ്ട് നന്നായിട്ട് ചേഞ്ച് വരും. അതിനനുസരിച്ച് കളക്ടർ കറണ്ട് നന്നായിട്ട് ചേഞ്ച് വരും അല്ലേ. അപ്പം ബേസ് കറണ്ട് ആൻഡ് ഹെൻസ് ലാർജ് കളക്ടർ കറണ്ട് ഉണ്ടാവും. ഐ സി ഫ്ലോയിങ് ത്രൂ ലോഡ് റെസിസ്റ്റൻസ് RL ആവുന്ന സമയത്ത് നമുക്ക് നല്ല വോൾട്ടേജ് ഡ്രോപ്പും കിട്ടും. നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് IC ഇൻറ്റു RC ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ലാർജ് വാല്യൂ ഓഫ് IC ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി IC RC എന്ന് പറഞ്ഞ വോൾട്ടേജും ലാർജ് ആയിരിക്കും. The change in output voltage across the load may be many times the change in input voltage. അതുകൊണ്ട് തന്നെ voltage amplification V out by Vin will be greater than unity and transistor act as an amplifier. So next ഞാൻ പറഞ്ഞു what about transistor biasing. The basic function of a transistor is to do amplification. Weak signal നമ്മൾ ബേസ് നോട്ടേ കൊടുക്കും. ട്രാൻസിസ്റ്റർ ആൻഡ് ആംപ്ലിഫൈഡ് സിഗ്നൽ നമുക്ക് കളക്ടർ സർക്യൂട്ടിലാണ് കിട്ടുന്നത്. ആൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ് എന്താണ്? Only the magnitude of the signal should increase and there should be no change in the signal shape. അല്ലേ, അതാണ് ആംപ്ലിഫിക്കേഷൻ. സിഗ്നലിൻ്റെ ഷേപ്പിലൊന്നും ഒരു ചേഞ്ചും വരാണ്ട് എന്ത് മാത്രമേ മാറാൻ വേണ്ടി പാടുള്ളൂ? ഓൺലി the magnitude should change. This increase in magnitude without any change in ഷേപ്പിനെയാണ് നമ്മൾ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വി ഷുഡ് എൻഷുർ ദാറ്റ് ദ ഇൻപുട്ട് സർക്യൂട്ട് ഷുഡ് ഓൾവേസ് ബി ഫോർവേഡ് ബയസ്ഡ് ആൻഡ് ഔട്ട്പുട്ട് ഷുഡ് ഓൾവേസ് ബി റിവേഴ്സ് ബയസ്ഡ്. ആൻഡ് ഇതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ കൊടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബയാസിങ്. നെക്സ്റ്റ് പറഞ്ഞു ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. ദ പ്രോസസ് ഓഫ് റൈസിങ് ദ സ്ട്രെങ്ത് ഓഫ് ദ വീക്ക് സിഗ്നൽ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് ഷേപ്പ്, അതാണ് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ. അപ്പം ആംപ്ലിഫയർ ആയിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യേണ്ട കണ്ടീഷൻസ് പറഞ്ഞു. ബയാസിങ് പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ, ടു എൻഷുർ ദിസ് ദ ഫോളോയിങ് ബേസിക് കണ്ടീഷൻസ്, നമുക്ക് പ്രോപ്പറായിട്ട് ആംപ്ലിഫിക്കേഷൻ നടക്കണമെങ്കിൽ സർട്ടൻ കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം. ദാറ്റ് ഇസ് വൺ ഇസ് പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട്. എന്താണെന്ന് പറയാം.
minimum proper base emitter voltage at any instant and minimum proper collector, that is input voltageും input currentും ഒരു മിനിമം വോൾട്ടേജ് റിക്വയർമെൻ്റ് ആണ്. അതേപോലെ തന്നെ സീറോ സിഗ്നൽ കണ്ടീഷനിൽ പ്രോപ്പർ കളക്ടർ കറണ്ട് ഉണ്ടായിരിക്കണം. എന്താണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് നോക്കുമ്പോൾ എന്താണ് ആ സീറോ സിഗ്നൽ കണ്ടീഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ട്രാൻസിസ്റ്റർ ആക്ടിങ് ആസ് എൻ ആംപ്ലിഫയർ ആൻഡ് കോമൺ എമിറ്ററാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മളൊരു സിഗ്നൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ അഡീഷൻ ടു ദ സിഗ്നൽ രണ്ട് വോൾട്ടേജസ്, ദാറ്റ് ഇസ് VBB VCC എന്ന് പറഞ്ഞിട്ട് ബയസിങ് വോൾട്ടേജസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് ബയസിങ് വോൾട്ടേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടു മേക്ക് ദ emitter, that is input junction, always forward biased irrespective of the polarity of input signal. Okay, during the positive half cycle the forward bias across the base emitter junction increase ചെയ്യും automatically. അതുകൊണ്ട് തന്നെ more electrons emitter നിന്ന് കളക്ടറിലേക്ക് ഫ്ലോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് എന്താണ് കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യും അല്ലേ? അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിൽ കളക്ടർ കറണ്ട് റൈസ് ചെയ്യും. ആൻഡ് വിച്ച് വിൽ മേക്ക് ദ ഡ്രോപ്പ് IC/RC. കളക്ടർ കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ് കൂടും അല്ലേ? ദാറ്റ് ഇസ് IC/RC ഡ്രോപ്പ് കൂടും. അപ്പോൾ എന്താ സംഭവിക്കുക? ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടും. ദാറ്റ് ഇസ് നമ്മുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വോൾട്ടേജ് റൈസ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജും റൈസ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ ഫോർവേഡ് ബയസ് എന്താ സംഭവിക്കുക? ഇവിടുത്തെ ബയാസിങ് റെഡ്യൂസ് ചെയ്യും, കളക്ടർ കറണ്ട് റെഡ്യൂസ് ചെയ്യും, ഔട്ട്പുട്ട് വോൾട്ടേജും റെഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് വേറെ എന്ത് പറയാം? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യുന്നതും കൂടെ വേണമെങ്കിൽ പറയാം. ഇനി ഒരു സിഗ്നലും അപ്ലൈ ചെയ്യാത്ത കണ്ടീഷനിൽ, ഓക്കെ, വെൻ നോ സിഗ്നൽ ഇസ് അപ്ലൈഡ് ഇൻപുട്ട് ഇസ് ഫോർവേഡ് ബയസ്ഡ് അല്ലേ? ബേസ് വോൾട്ടേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ. അല്ലെങ്കിൽ ബേസ് വോൾട്ടേജ് ഇല്ലെങ്കിൽ ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കില്ല. അവിടെ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ജംഗ്ഷൻ എന്തായിരിക്കും? ഇവിടെ സിഗ്നൽ ഒന്നും കൊടുത്തിട്ടില്ല, ഈ ഇൻപുട്ട് സിഗ്നൽ ഇവിടെ പ്രസൻറ്റ് അല്ല എന്ന് വിചാരിക്കും. അപ്പോഴും ഇവിടെ ഒരു ഫോർവേഡ് ബയസ് കണ്ടീഷൻ ഉണ്ട്, ബേസ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും? ദിസ് പ്രൊഡ്യൂസസ് ദ കളക്ടർ കറണ്ട് IC. ഇങ്ങനെ ഉണ്ടാകുന്ന കളക്ടർ കറണ്ടിനെയാണ് നമ്മൾ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദിസ് കറണ്ട് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പൊലാരിറ്റി ഓഫ് ദ അപ്ലൈഡ് സിഗ്നൽ. നമ്മൾ സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ കറണ്ടിൻ്റെ വാല്യൂ കൂടുകയോ കുറയോ ചെയ്യുന്നത്. ഒരു ബേസ് വാല്യൂ, ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നത് ഒരു ക്ലാമ്പിങ്, അതായത് ഇതാണ് നമ്മുടെ സീറോ വാല്യൂ. ഇപ്പം ഈ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് വെറുതെ പറയാണ് ഒരു 5 ആംപിയർ എന്ന് വിചാരിക്കും. അപ്പോൾ ഈ 5 ആംപിയറിൻ്റെ മേലെയാണ് നമ്മളെ സിഗ്നൽ വരിക. എന്ത് ഇൻപുട്ട് നമ്മൾ കൊടുത്താലും അത് ഇതിൻ്റെ കൂടെ മേലെയായിട്ടേ വരുള്ളൂ. ഓക്കെ, ആൻഡ് അപ്പോൾ ടോട്ടൽ കറണ്ട് എന്തായിരിക്കും? ഈ DC കറണ്ടിൻ്റെയും ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടിൻ്റെയും സമ്മായിരിക്കും. എമിറ്റർ ആയാലും ഒരു DC കറണ്ട് ഉണ്ടാകും, അതിൻ്റെ കൂടെ ഇൻസ്റ്റൻറ്റേനിയസ്, ഈ രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ടോട്ടൽ കറണ്ട് കിട്ടുന്നത്. അത് കളക്ടർ ആയിക്കോട്ടെ ബേസ് ആയിക്കോട്ടെ, മൂന്ന് കറണ്ടിനും എപ്പോഴും എന്തുണ്ടാവും? ഒരു DC വാല്യൂ ഉണ്ടാവും, ഒരു കോൺസ്റ്റൻറ്റ് DC വാല്യൂ, സിഗ്നൽ ഒന്നും കൊടുക്കാത്ത സമയത്തുള്ള ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ. അതിൻ്റെ പുറമെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, AC വാല്യൂ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എപ്പോഴും ടോട്ടൽ കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് കളക്ടർ എമിറ്റർ വോൾട്ടേജും. ഒരു VCE അല്ലെങ്കിൽ VEB എന്ന് പറഞ്ഞ വോൾട്ടേജ് എപ്പോഴും ഉണ്ടാകും. അതിൻ്റെ പുറമെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കാരണം ഉണ്ടാകുന്ന ചേഞ്ച് അതിൻ്റെ മേളിൽ ആഡപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് അതിന് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ടാകും. അതിൻ്റെ പുറമെ നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഫോർവേഡ് ബയസ്ഡ് ഇവിടെ കൊടുക്കുന്ന സമയത്താണ് ഇവിടെ നമുക്ക് IC ഇൻക്രീസ് ആവുന്നു, ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഡ്രോപ്പ് കൂടുന്നു. ഫോർവേഡ് ബയസ് കുറയുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് IC കുറയും, IC കുറയുമ്പോൾ ഡ്രോപ്പും കുറയും, ഡ്രോപ്പ് കുറയുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജും കുറയും. ആ ഡ്രോപ്പാണ് RC എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന ഡ്രോപ്പാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് ആസ് എ ആംപ്ലിഫയർ. ഓക്കെ, താങ്ക് യു.